ഒരു സൗത്ത് ആഫ്രിക്ക ടൂർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിനായിട്ട് ചെന്നൈ എയർപോർട്ടിൽ ചെന്നിട്ട് ഈ എത്യോപ്യ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് വഴിയാട്ടോ പോകുന്നത്. എത്യോപ്യ ചെന്നിട്ടാണ്, ഇവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. അപ്പൊ എത്യോപ്യ ചെന്നിട്ട് എത്യോപ്യയുടെ ക്യാപിറ്റൽ ആഡിസ് അബാബയിൽ ചെന്നിട്ട് പിന്നെ കണക്റ്റഡ് ഫ്ലൈറ്റ് വഴി സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലെ ഓആർ ടാംബോ എയർപോർട്ടിൽ ഇറങ്ങിയിരിക്കുകയാട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്യോപ്യ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് നല്ല കേട്ടോ. ഈ ബോയിങ്ങിന്റെ മോഡേൺ എയർക്രാഫ്റ്റ് ആണ്, അതുകൊണ്ട് നല്ല ഒരു ഫ്ലൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇവിടെ ഇറങ്ങിയപ്പോ തന്നെ ഞാൻ വിചാരിച്ചു വെച്ച സൗത്ത് ആഫ്രിക്ക ഒന്നും അല്ല കേട്ടോ. നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു രാജ്യം. നമുക്ക് ശരിക്കും ഞാൻ ഈ ഇന്ത്യ കുറെ ഓൾമോസ്റ്റ് നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിൽ വേറെ രാജ്യത്ത് വരുമ്പോ ഒരു കമ്പാരിസൺ വരും നമ്മുടെ രാജ്യമായിട്ട്. അപ്പൊ എനിക്കിത് ഭയങ്കര നല്ല നീറ്റാണ് ഒന്നാമത്. പിന്നെ ടോപ്പോഗ്രാഫി പറയാതെ, വീടുകളാണ് അപ്പർ മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ് ഒക്കെ നല്ല ചെറിയ ഭംഗിയുള്ള വീടുകൾ കേട്ടോ. കൂടുതലും ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഒരു സൗത്ത് ആഫ്രിക്ക വീഡിയോസ് ചെയ്യൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു, കാരണം അത്ര ഭംഗിയാ, ഒരു സ്ഥലവും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുറെ വീഡിയോസ് ഷോർട്സിൽ ഇടാന്ന് വിചാരിക്കും. എല്ലാവരും അത് പോയി കാണണം. ഈ നമ്മൾ ഇനി ഒരു ലെസ്സേഡി ട്രൈബൽ വില്ലേജ് എന്നൊരു കൾച്ചറൽ വില്ലേജിലോട്ട് പോവാട്ടോ. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രൈബൽസ് ഉണ്ടല്ലോ, അതായത് ഇവിടെ ഒറിജിനേറ്റ് ചെയ്ത അബോറിജിനൽ പീപ്പിൾ എന്ന് പറയുന്ന ബ്ലാക്ക് പീപ്പിൾ എന്ന് പറയാ. ശരിക്കും അവർ അത്ര ബ്ലാക്ക് ഒന്നും അല്ല കേട്ടോ, എണ്ണക്കറുപ്പാണ്. അവരുടെ സ്കിന്നാണെങ്കിൽ നല്ല ഹെൽത്തി സ്കിന്നും ആണ്. പക്ഷെ ഇവിടെ കുറെ യൂറോപ്യൻസ് വന്നു, അപ്പൊ അവരെ വൈറ്റ് എന്ന് ഇവരെ ബ്ലാക്ക് എന്ന് വിളിച്ചാണ് ഇവർക്ക് ഈ ബ്ലാക്ക് പീപ്പിൾ എന്ന് പേര് വന്നത്. ശരിക്കും മനുഷ്യന്റെ അവസാനത്തെ സ്പീഷീസ്, അതായത് നമ്മൾ ഹോമോസാപ്പിയൻസ് ആണ്. ഹോമോസാപ്പിയൻസ് 3 ലക്ഷം വർഷം മുമ്പ് ഈ സൗത്ത് ആഫ്രിക്കയിലാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് എവല്യൂഷനും സയൻസും നമ്മളോട് പറയുന്നു. പിന്നെ നമ്മള് വ്യത്യസ്ത സ്ഥലങ്ങളിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നപ്പോ അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ ഇതനുസരിച്ച് നമ്മുടെ കോംപ്ലക്ഷനും ഷേപ്പൊക്കെ മാറിയതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്നവരെ ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യും കേട്ടോ. നമ്മുടെ പൂർവികരാണല്ലോ ശരിക്കും ഇവര്. ഇവരുമായിട്ട് ശരിക്കും ബന്ധമുണ്ട്. ഇവര് ശരിക്കും ഹട്ട് പോലത്തെയുള്ള വീടുകളിലായിട്ട് താമസിക്കുന്നത്. ഇവരുടെ ശരിക്കും ഇപ്പൊ ഇവര് മോഡേൺ ആയിട്ടാണ്, പക്ഷെ അവരെ പഴയ ഒരു കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുക. ഇവര് ഹട്ട് പോലെയുള്ള വീട്, ബീ ഹൈവ്സ് എന്നാ പറയാ. അത് പുല്ലുകൊണ്ട് മേഞ്ഞതാണ്. അപ്പം ഇവിടെ ഒരു ലേഡി അതിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശരിക്കും ലേഡീസ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ അവര് നല്ല തടിയുള്ളവരാട്ടോ. അവരുടെ ഈ ബ്രസ്റ്റ് ബഡ്സ് ഒക്കെ നല്ല തടിയാണ്. പക്ഷെ അതേസമയം ആണുങ്ങൾ നല്ല ഹൈറ്റില് കായികമായ ശരീരമുള്ളവരാട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഇവരുടെ കൾച്ചറും, ഇവിടെ ഇവര് ചെയ്യുന്ന കുറെ സ്വയം തൊഴിലായിട്ട് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ദിവസം നമ്മൾ ഈ ഹട്ടിലാട്ടോ താമസിക്കുന്നത്. നമുക്ക് വരുന്ന ഹട്ടില് ഈ മോഡേൺ TV AC സൗകര്യങ്ങളൊക്കെ ഉള്ള ഹട്ടാണ് തരുന്നത്. ഓ, എന്താക്കും ഇവിടെ ശരിക്കും ഭയങ്കര തണുത്ത, ഇന്ന് ഇവിടെ ഏപ്രിൽ മാസത്തിൽ നല്ല തണുപ്പാട്ടോ. They call it Iqiba. And Iqiba, when it's stashed, you will identify it with the ventilation right round up until that side. Up until this side, it's for the smoke to come out. Now, this is a way of showing you how they build their hut. Your tip of your tongue, you twist it backwards. Like, yeah. So you say the word Ingolobani. Ingolobani. Yeah, it's where they used to keep their... ഞാൻ ഈ ബാക്കിൽ കാണുന്ന ഹട്ടിലാട്ടോ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഓരോരോ സെപ്പറേറ്റ് ഹട്ടുകള് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഹട്ട് നല്ല നീറ്റാണ് കേട്ടോ. മാത്രമല്ല ഇവിടെ എല്ലാ TV AC തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവർക്ക് നിക്കല്, ഗോൾഡ്, കോപ്പറിന്റെ ഒക്കെ റിസർവ് ഉണ്ട് കേട്ടോ. അവര് മൈൻസ് ഉണ്ട്, ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ കോൾ മൈൻസ് ധാരാളം ഉണ്ട്, കോൾ റിസർവ് ഉണ്ട്. ഇവര് കോൾ പ്രോസസ് ചെയ്യുന്ന യൂണിറ്റ് മൈൻസ് ഒക്കെ കണ്ടിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്ത്യയിലോട്ട് കോൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ടൂറിസ്റ്റുകളൊക്കെ ഈ ട്രൈബൽസിന്റെ കൂടെ ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ.
ഈ നൈറ്റ് ആയിട്ടുണ്ട്, തീയൊക്കെ കത്തിച്ച് തണുപ്പ് കാരണേ. പിന്നെ ഡിന്നർ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും ഇവര് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ 38% പേര് സ്റ്റിൽ അണ്ടർ പോവർട്ടി ലൈൻ ആണ് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ ഗവൺമെന്റ് ഇവരെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. പക്ഷെ ഇവര് ബ്ലാക്ക് പീപ്പിൾ അത്രയും അങ്ങോട്ട് വരുന്നില്ലെന്നാ പറയുന്നത് കേട്ടോ, അപ്ഗ്രേഡ് ചെയ്ത് വരുന്നില്ല. ഇവിടെ ശരിക്കും അഗ്രികൾച്ചർ ധാരാളം ഫ്രൂട്ട്സിന്റെ ഇഷ്ടം പോലെ ഫാംസ് ധാരാളം ഉണ്ട് കേട്ടോ. അതൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് അൺഎംപ്ലോയ്മെന്റിന്റെ ഒരു കാര്യം ഇവിടെ ഇല്ല. ഇവിടെ ഈ ഉം, ഇവിടുത്തെ മെനുവില് കേട്ടോ, നമ്മള് ക്രോക്കോഡൈലിന്റെ മീറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. വേറെ കൺട്രീസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ക്രോക്കോഡൈലിന്റെ മീറ്റ് വെക്കുന്ന കണ്ടിട്ടില്ല. ടൂറിസ്റ്റുകൾക്ക് കാണാനായിട്ട് അവരുടെ കായിക പ്രകടനങ്ങളും കലാവിരുന്നും ഒക്കെ ഒരുക്കിയിരുന്നു കേട്ടോ. അതാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയിലെ ക്രൂഗർ നാഷണൽ പാർക്കിന്റെ അടുത്ത് ഈ റിസോർട്ടിലാട്ടോ സ്റ്റേ ചെയ്തത്. നമുക്ക് ക്രൂഗർ നാഷണൽ പാർക്കിൽ പോണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ പോണം, രാവിലെ തന്നെ പോണം. എന്നാലേ നമുക്ക് ശരി. സൗത്ത് ആഫ്രിക്കയുടെ ക്ലൈമറ്റ് ഏകദേശം ഈ സണ്ണിയാണ്. ഡേ ടൈമില് വെയിലുണ്ടാവും, നൈറ്റിൽ നല്ല തണുപ്പും, പിന്നെ ഡേ തന്നെ മഴ ചാറലും ഒക്കെ ഉണ്ട്, മഴയുണ്ട്. ഇത് വേരിയേഷൻ ഉണ്ട് കേട്ടോ. ഇത് ഞാനിപ്പോ ഏപ്രിലാണ് പോകുന്നത്. അപ്പൊ അല്ലാത്ത സമയത്ത് കുറച്ചുകൂടി ചേഞ്ച് ഉണ്ട്. എന്നാലും ജനറലി ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ആണ്. എനിക്ക് ഈ റിസോർട്ട് ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട്. നല്ല എനിക്ക് കിട്ടിയ ഈ റൂം 11 നമ്പർ ആണ്, നല്ല ഭംഗിയാണ്. പിന്നെ അതുപോലെ ഇതിന്റെ ചുറ്റും സറൗണ്ടിങ്സ് ഒക്കെ ഒത്തിരി ഇതും സ്വിമ്മിംഗ് പൂളും അതിനോടനുബന്ധിച്ചുള്ള ഗാർഡൻ എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ. ഈ സൗത്ത് ആഫ്രിക്കയിലെ ഇതും റിസോർട്ട് മാത്രമല്ല കേട്ടോ, ഈ വീടും ഞാൻ പറഞ്ഞല്ലോ, വീട് പിന്നെ വീടുകള് എല്ലാം മിഡിൽ ക്ലാസിന്റെ അപ്പർ ക്ലാസിന്റെ ഒക്കെ ആണെങ്കിൽ തന്നെ ഇതുപോലെ ചെറിയ ചെറിയ ഭംഗിയുള്ള വീടുകള് മിക്കവാറും ഇങ്ങനെ ഒരു സ്റ്റെയർ, അതായത് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം ഉണ്ടാവുള്ളൂ.